എൻ്റെ ഭഗവാനെ, ഒരുപാട് കടവും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയെങ്കിലും അന്നയിലൊന്ന് കരകയറ്റിത്താ. അതെ, കുറച്ച് പതിയെ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. അതിന് നീ ഏതാ? ഞാൻ കണ്ണൻ. കണ്ണനാ? ഏത് കണ്ണൻ? എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാനാരാന്നോ? ഇത് എൻ്റെ അമ്പലല്ലേ കുട്ടി. അതിനിത് കണ്ണൻ്റെ അമ്പലമല്ലല്ലോ. ഇയാളെ നീ പറയുന്നത് അങ്ങനെയൊന്നുമില്ലെന്നേ. പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒന്ന് തന്നെയാണ്. മുഖത്തെന്തോ വിഷമമുണ്ടല്ലോ. കുട്ടിക്ക് എന്താ പറയാനുണ്ട് എന്നോട്? ഇപ്പോൾ ശരിക്കും ഒറിജിനൽ കൃഷ്ണനായിപ്പോയത്. ഭയപ്പെടാതെ ഇങ്ങ് വരിക. പറയാ, എന്താ കുട്ടിയുടെ വിഷമം? മൊത്തം പ്രശ്നമാണ് കണ്ണ. കടവും പ്രാരാബ്ദവും. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇനി എന്തെങ്കിലും ഒരു പരിഹാരം കാണും. കുട്ടിയെ, പ്രാർത്ഥിക്കുമ്പോഴേ മനസ്സറിഞ്ഞ് വിളിക്കുക, എന്നാലേ കേൾക്കുന്നവർക്ക് കേൾക്കൂ. ഞാനൊരു ശ്ലോകം ചൊല്ലിത്തരാം, അതൊരു 1000 തവണ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ ഇരിക്കുക. അതൊക്കെ ഇവിടെ വെക്കുക, എന്നിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, എല്ലാം നടക്കും. പ്രാർത്ഥിക്കാനും വിടൂല. നിങ്ങളുടെ അടുത്തിനെ കണ്ടില്ല, ഒരു ലുങ്കി കൊടുത്തിട്ടുള്ള ഒരു ചങ്ങായി? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കണ്ണനെടുത്തു? കണ്ണനാ? ആ കണ്ണൻ ഒരു ലുങ്കിയും ചന്ദനെല്ലാം തൊട്ട കണ്ണൻ. ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ കാണുന്നില്ല. കണ്ണ കള്ളനായി. ഒന്ന് ഫോണേന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തിയാ 5 മിനിറ്റ് കൊണ്ട് മുങ്ങി എടിയോ പട്ടി. എന്റെ ഫോണ്. എൻ്റെ ഈശ്വര, നാളത്തെ പരീക്ഷയാണ്, കൈവിടല്ലേ. വിജയിക്കും, പേടിക്കണ്ട. ആരാ നിങ്ങൾ? കണ്ണൻ. അന്ധമായ വിശ്വാസമുള്ളവരെ ദൈവത്തിൻ്റെ പേരിൽ പറ്റിക്കാൻ എളുപ്പമാണ്.